നമസ്കാരം, ഞാൻ പ്രസന്നൻ പ്രണവ്. പെട്ടിയോട്ടോയ്ക്ക് എന്തിനാണ് നാഷണൽ പെർമിറ്റ് എന്നൊരു ചോദ്യം പൊതുവെ നമ്മൾ കേൾക്കാറുണ്ട്. ഇവിടെ അത്തരത്തിലൊരു വിഷയമാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. കേരളത്തില് പൊതുവെ CITU, INTUC, BMS, STU അടക്കം നിരവധി ട്രേഡ് യൂണിയനുകളുണ്ട്. ഈ ട്രേഡ് യൂണിയനുകൾക്കൊക്കെ ഒരു കോർഡിനേഷൻ സംവിധാനവുമുണ്ട്. തൊഴിലാളികളെ നേരിട്ട് ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ട്രേഡ് യൂണിയൻ അത് ചർച്ച ചെയ്യുകയും ആവശ്യമെങ്കിൽ ആവശ്യമായ ഉചിതമായ നിലപാടുകൾ എടുക്കുകയും ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷകൾക്ക് സ്റ്റേറ്റ് പെർമിറ്റ് അനുവദിച്ചുകൊണ്ട് ഗവൺമെന്റ് തലത്തിൽ ഒരു ഉത്തരവിറങ്ങുകയുണ്ടായി. ഓട്ടോറിക്ഷ യൂണിയൻ CITU കണ്ണൂർ മാടായി ഏരിയ കമ്മിറ്റി നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് പെർമിറ്റിൽ ഇപ്പോൾ ഈ മാറ്റം അനുവദിച്ചിരിക്കുന്നത്. പെർമിറ്റിൽ മുമ്പുണ്ടായിരുന്ന നിർദ്ദേശം അനുസരിച്ച് ജില്ലയ്ക്ക് പുറത്ത് 20 കിലോമീറ്റർ മാത്രം ഓടാനുള്ള അനുമതിയാണ് ഓട്ടോറിക്ഷകൾക്ക് മുൻപ് നൽകിയിരുന്നത്. ഓട്ടോറിക്ഷ ദീർഘദൂര യാത്ര ചെയ്യുന്നതിലെ അപകട സാധ്യത കണക്കിലെടുത്താണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. ഈ നിയന്ത്രണം ഇപ്പോൾ അതിൽ പിൻവലിക്കാനുള്ള കാരണം, ഒരു ട്രേഡ് യൂണിയൻ അതിന്റെ പ്രാദേശിക ഘടകം ഒരു പരാതി കൊടുത്തു എന്നുള്ളതിൽ നിന്നാണ്. ഉദ്യോഗ തലത്തിൽ തന്നെ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകും എന്നുള്ളത് മുന്നറിയിപ്പ് കൊടുത്തിട്ടും അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന പെർമിറ്റ് നൽകിയിരിക്കുന്നത് എന്നുള്ളത് വിചിത്രമായ ഒരു ആശയമാണ്. ഇവിടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ സഹായിക്കാനല്ല ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാവുന്നത്, നമുക്ക് അടുത്ത ജില്ലയുടെ 20 കിലോമീറ്റർ പരിധിയിൽ മാത്രം യാത്ര ചെയ്യുവാൻ അല്ലെങ്കിൽ ഒരു പാസഞ്ചറെ കൊണ്ടുപോകുവാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് കേരളത്തിലുടനീളം പോകുവാൻ സാധിക്കുന്ന തരത്തിലേക്കായി. അപ്പൊ അത് ഗുണകരമല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ അതിന്റെ പിന്നിൽ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം സാധാരണ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു 30 രൂപയുടെ ഗ്യാപ്പാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതൊരു പക്ഷേ അവർക്ക് 50 രൂപയോ 100 രൂപയോ 200 രൂപയോ കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു ട്രിപ്പ് കിട്ടാറുണ്ട്. കൂടി വന്നാൽ അടുത്ത ജില്ലയുടെ പകുതി വരെ 20 കിലോമീറ്ററോ 30 കിലോമീറ്ററോ നമുക്കൊരു യാത്ര കിട്ടാറുണ്ട്. അതിപ്പോഴൊരു വിഷയമല്ല, സാധാരണ പോകാറുമുണ്ട്. ഇവിടുന്ന് അടുത്ത ജില്ല കഴിഞ്ഞ് തന്നെ പോകാറുണ്ട്. അത് സാധാരണ നമുക്ക് കാണുന്ന രംഗമാണ്. എന്നാൽ ഇത് പ്രാബല്യത്തിൽ വരുന്നതോടെ വിഷയം വരാൻ പോകുന്നത്, ഇതിന്റെ പേരിൽ പെർമിറ്റിന്റെ ഫീസ് കൂട്ടാം, ഇൻഷുറൻസിന്റെ ഫീസ് കൂട്ടാം, ഇതുമായി ബന്ധപ്പെട്ട് ഫൈൻ ഒരു പരിധി വരെ നമുക്ക് താങ്ങാൻ കഴിയാത്ത തരത്തിൽ, ഡ്രൈവർമാർക്ക് താങ്ങാൻ കഴിയാത്ത തരത്തിൽ ഫൈൻ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് തരത്തിൽ ജനങ്ങളെ കുത്തിപ്പിഴിഞ്ഞ് ഫൈൻ അടപ്പിച്ചുകൊണ്ട് ഖജനാവ് നിറയ്ക്കാം എന്ന അവസ്ഥാവിശേഷം നിലനിൽക്കുന്ന ഈ സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഒരു എല്ലാ ട്രേഡ് യൂണിയനോടും ആലോചിക്കാതെ ഒരു പ്രാദേശികമായിട്ട് ഒരു ട്രേഡ് യൂണിയന്റെ പ്രാദേശിക ഘടകം കൊടുത്തിട്ടുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢലക്ഷ്യമുണ്ടോ എന്ന് ഓട്ടോക്കാർ തിരിച്ചറിയേണ്ട അവസ്ഥാവിശേഷമാണ്. ഇവിടെ നിരവധി കാര്യങ്ങളിൽ എത്രയോ നാളുകൊണ്ട് പരാതി കൊടുത്തിട്ട് ഒരു കെട്ടും കഴിവുമില്ലാതെ കിടക്കുന്ന ഈ സംസ്ഥാനത്താണ് എല്ലാ ട്രേഡ് യൂണിയനും അനുകൂലിക്കുന്ന ഒരു കോർഡിനേഷൻ സംവിധാനത്തോട് പോലും ചോദിക്കാത്തതിന്റെ പേരിൽ CITU, ഞാൻ മനസ്സിലാക്കുന്നത് CITU സംസ്ഥാന തലത്തിൽ ഇതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഉത്തരവ് പിൻവലിക്കണമെന്ന് കേരള സ്റ്റേറ്റ് ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് വർക്കേഴ്സ് ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് സംഘടന ഗതാഗത കമ്മീഷണർക്ക് ഒരു നിവേദനവും നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ. CITUവിന്റെ പ്രാദേശിക ഘടകം ഇത്തരത്തിലൊരു പരാതി കൊടുത്തപ്പോൾ അല്ലെങ്കിൽ ഒരു നിവേദനം കൊടുത്തപ്പോൾ മുന്നും പിന്നും നോക്കാതെ അതിന്റെ ആ സംഘടനയുടെ തന്നെ സംസ്ഥാന ഘടകത്തെ അല്ലെങ്കിൽ അതിന്റെ സംസ്ഥാന കമ്മിറ്റിയെയോ അവരോട് പോലും ചോദിക്കാതെ, ഇപ്പം മറ്റ് പല ട്രേഡ് യൂണിയനോടുണ്ട്, ആ ട്രേഡ് യൂണിയനോടൊന്നും ആലോചിക്കാതെ ഇത്തരത്തിൽ തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരേണ്ട ആവശ്യം എന്തായിരുന്നു എന്നുള്ളതാണ് നമുക്ക് സംശയം വരുന്നത്. ഇവിടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അർത്ഥത്തിൽ നോക്കിയാൽ ഗുണകരമല്ലേ എന്ന് തോന്നും എങ്കിൽ പോലും ഇതിൽ
വളരെ കുഴപ്പമായിട്ടുള്ള, അതായത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ നല്ല രീതിയിൽ ബാധിക്കുന്ന പല കുഴപ്പങ്ങളും ഉണ്ട്. ഡ്രൈവർമാർ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്ത് പോയിട്ട് ഓട്ടം എടുക്കുന്ന സമയത്ത് ഒരു സ്റ്റാൻഡിൽ ചെന്ന് ഓട്ടോ എടുക്കുമ്പം അവിടുത്തെ ഓട്ടോക്കാർ എന്തായാലും പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അതൊരു വിഷയത്തിന് തന്നെ കാരണമാവും. പിന്നെ നമുക്കിവിടെ കിട്ടുന്ന ആകെയുള്ള ഇതിൽ നിന്നുള്ള ആനുകൂല്യം എന്താണെന്ന് വെച്ചാല്, നമുക്ക് ഒരു ട്രിപ്പ് എടുത്തിട്ട് അടുത്ത ജില്ലയിലോ അതിൻ്റെ അടുത്ത ജില്ലയിലോ പോകാം എന്നുള്ളതാണ്. അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ഇന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഓട്ടോറിക്ഷ പിടിച്ച് ഇവിടുന്ന് ഇപ്പം അടുത്ത ജില്ലയിലോ പോകേണ്ട കാര്യമുണ്ടോ? പറ്റുമെന്നുള്ളത് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുപോകാനുണ്ടെങ്കിൽ വല്ലപ്പോഴും വീണ് കിട്ടുന്ന ഒരു അവസരമാണ്. ഇന്ന് അതിന് തടസ്സമില്ല. യഥാർത്ഥത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അത്ര കർക്കശമായിട്ടല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് അടുത്ത ഒരു ജില്ലയിലേക്ക് എന്തെങ്കിലും ഒരു സാധനമായിട്ട് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് ഇന്നൊരു പ്രശ്നമില്ല. ആ നിലയ്ക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ് പെർമിറ്റ് എന്നുള്ളത് ഒരു ട്രേഡ് യൂണിയൻ പ്രതിനിധി എന്ന നിലയിൽ ആലോചിക്കുമ്പോൾ ഇതിൽ എന്തൊക്കെയോ ഗൂഢാലോചനകളില്ലേ എന്ന് സംശയിക്കേണ്ടി വരുന്നു. കാരണം യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു സംവിധാനം നല്ലത് തന്നെയാണ്. പക്ഷേ വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് താങ്ങാവുന്നതിനപ്പുറമായിരിക്കും. എന്തായാലും ഇത്തരത്തിൽ ഈ വിഷയം നാളെ വലിയ രീതിയിൽ ചർച്ച വരും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. ഇന്ന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അവരെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് വരുത്തുന്ന നിലപാടുകൾ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകരുത് എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നമസ്കാരം.